5 കളിയിൽ നിന്ന് വെറും ഒരു വിജയം മാത്രമായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് വീണ്ടും തോൽവിയുടെ പടുകുഴിയിൽ 10ാം സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിന് പോയിൻ്റ് നിലയിൽ മുകളിലെത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ ഒരു 2025 IPL മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 IPL എടുത്തു പറയേണ്ട ഒരു പ്രകടനം നടത്തിക്കൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് സിറാജ് ബാംഗ്ലൂരിൻ്റെ കുന്തമുനയായിരുന്നു, ബാംഗ്ലൂരിൻ്റെ വജ്രായുധമായിരുന്നു. സിറാജിനെ കൈയൊഴിഞ്ഞപ്പം, അതുപോലെ ഇന്ത്യൻ ടീമിൽ നിന്നും സിറാജിനെ കൈയൊഴിഞ്ഞപ്പോൾ സിറാജിൽ ഇനിയൊരു കളി ബാക്കിയില്ല എന്ന് കരുതുന്നവർക്ക് അവർക്കേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് 4 വിക്കറ്റ് എടുത്തുള്ള സിറാജിൻ്റെ ഈ ഒരു പ്രകടനം. ഒരു വൻ തിരിച്ചുവരവ് നടത്തി വിമർശകരുടെ വായ അടപ്പിച്ചിരിക്കുകയാണ് മുഹമ്മദ് സിറാജ്. തോൽവികളുടെ കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ വൻകിട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണോ തോൽവി, നീയാണോ തോൽവി, ഞാൻ തന്നെയാണോ തോൽവി എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 കളിയിൽ നിന്ന് 3 തോൽവിയുമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഹൈദരാബാദിൻ്റെ തൊട്ടു പിറകെയുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊരു എക്സ്പെക്റ്റേഷനുള്ള കളിക്കാരനായിരുന്നു അഭിഷേക് ശർമ്മ. പക്ഷേ അഭിഷേക് ശർമ്മ തീർത്തും നിരാശപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷാൻ കിഷാൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു 1-2 കളികളിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെന്നല്ലാതെ പിന്നെ ഒരു പെർഫോമൻസ് ഇഷാൻ കിഷാനിൽ നിന്നും നമ്മൾ കാണുന്നുമില്ല. സാധാരണഗതിയിൽ ഡെത്ത് ഓവറിലൊക്കെ നന്നായിട്ട് ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കുന്ന ഒരു ബോളറാണ് മുഹമ്മദ് ഷമി. അൺഫോർച്ചുനേറ്റ്ലി മുഹമ്മദ് ഷമിയും ശരിക്കും ആ ഒരു ഫോമിലേക്ക് ഉയരാത്തതും സൺറൈസേഴ്സ് ഹൈദരാബാദിനൊരു വൻ തിരിച്ചടി തന്നെയാണ്. 2025 IPL എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സന്തുലിതമായ ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ശരിക്കും നല്ല ബാറ്റ്സ്മാൻമാരും അതുപോലെ നല്ല ബോളേഴ്സും ഉള്ള ഒരു അടിപൊളി ടീം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നുള്ളത് ശരിക്കും ഈ ഒരു സീസണിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ജോസ് ബട്ട്ലർ ഈ കളിയിൽ പരാജയപ്പെട്ടുന്നുണ്ടെങ്കിലും ശുഭ്മാൻ ഗില്ലും വാഷിങ്ടൺ സുന്ദറും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഈ മിന്നുന്ന ഈ ഒരു വിജയം.